വിദ്യാഭ്യാസം എന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത യാതൊരു അറിവും ബോധവും ഇല്ലാത്ത വിവരക്കേട് മാത്രം പറയുന്ന ഒരാൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. എന്ത് ചെയ്യാൻ പറ്റും? ഈ കുക്ക് ഏതാണ്ട് ഉണ്ണാൻ ആ പുള്ളിക്കും അറിയത്തില്ല, എന്ത് ശരി എന്ത് തെറ്റെന്ന് പുള്ളിക്ക് അറിയില്ല, പറഞ്ഞിട്ട് നടക്കുക. നീ പരിഹസിച്ചാലേ നമുക്കിപ്പോ ദേഷ്യം വരുന്നേ. ഈ കഴിഞ്ഞ ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരുടെ ഒരു പട്ടിക നമ്മുടെ മുമ്പിൽ എടുത്തു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഈ ഇയാളുണ്ടല്ലോ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി, എസ്എഫ്ഐയുടെ നേതാവായിരുന്ന ആളാണ്. ശിവൻകുട്ടി ആകട്ടെ അദ്ദേഹം അഡ്വക്കേറ്റായി. അടുത്ത മന്ത്രി ബിന്ദു, ഒരു ദിവസം പോലും എനിക്കറിയില്ല, അവർക്ക് കോളേജിൽ പഠിപ്പിക്കാൻ അറിയാമോ എന്നുള്ള കാര്യം, അവരുടെ ഇംഗ്ലീഷ് ഭാഷ കാണുമ്പോൾ അറിയാം, പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് ഡോക്ടറേറ്റ് കിട്ടി. നമ്മുടെ ചിന്താ ജെറോം എസ്എഫ്ഐയുടെ വലിയ നേതാവായിരുന്നു, പക്ഷെ അവർ ഡോക്ടറേറ്റ് എടുത്തു. ഒരു ദിവസം പോലും കോളേജിൽ പോകുന്ന കാണാത്ത ഷിജു ഖാൻ ഡോക്ടറേറ്റ് എടുത്തു. നമ്മുടെ പി കെ ബിജു പാർലമെന്റിൽ 8 കൊല്ലം ഇരിക്കുന്ന സമയത്ത് സമാന്തരമായിട്ട് MG സർവകലാശാലയിൽ കെമിസ്ട്രി PhD എടുത്തിരിക്കുന്നു. അത് നിസ്സാര കാര്യമല്ല. വളരെ അതിസമർത്ഥന്മാർക്ക് മാത്രമേ സയൻസിൽ PhD എടുക്കാൻ കഴിയുള്ളൂ. പ്രിൻസി കുര്യാക്കോസ് എസ്എഫ്ഐയുടെ വലിയ നേതാവാണ്, നമ്മുടെ എറണാകുളത്തെ DOFIയുടെ പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്ത് അവർ ഡോക്ടറേറ്റ് എടുത്തു, ഇപ്പൊ PSC മെമ്പറുമാണ്. അപ്പോൾ SFI നേതാക്കളായിരിക്കുന്നവർ സമാന്തരമായി അവർ പഠനത്തിൽ കൃത്രിമമായിട്ടാണെങ്കിലും ഓരോ ഡിഗ്രി എടുക്കുന്നുണ്ട്. ഏറെയും ഏകദേശം PhDയുടെ തീസൊക്കെ തയ്യാറായി കൊടുത്ത അവസരത്തിലാണ് ഈ കോൺട്രവേഴ്സി ഉണ്ടായത്. ഇല്ലെങ്കിൽ ഇതിനകം തന്നെ ഏറെയും ഡോക്ടർ റഹീമായി മാറുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത ഇവരെല്ലാവരും PhD എടുത്ത് ഓരോ സ്ഥാനത്തെത്തിയപ്പോൾ ആർട്സ് മാത്രം ഒരു ഡിഗ്രി എടുക്കാൻ പോലും കഴിയുന്നില്ല എന്നത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണണം. കലിംഗ സർവകലാശാലയിൽ നിന്നും വ്യാജ ഡിഗ്രി കൊണ്ടുവന്നിട്ട് പോലും അയാൾ ഓപ്പണായിട്ട് വൈസ് ചാൻസലർ പറഞ്ഞു ഇത് ഒറിജിനൽ ഡിഗ്രിയാണ്. അദ്ദേഹം പറഞ്ഞാൽ അവസാനത്തെ വാക്കാണ്. പിന്നെ ഇവിടുത്തെ ഡോക്ടർ മോഹൻ കുഞ്ഞുമേൽ അത് അംഗീകരിച്ചില്ല, ഡീബാർ ചെയ്തേ ഉള്ളൂ. അതേപോലെ തന്നെ മറ്റേ കുട്ടിയുണ്ടല്ലോ വിദ്യക്ക് മഹാരാജ് കോളേജിൽ നിന്നും വ്യാജ അധ്യാപന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്തത് മിക്കവാറും ഇയാൾ തന്നെയാവണം, കാരണം ഇദ്ദേഹത്തിന്റെ SFIയുടെ ഒരു നേതാവാണ്. ആ വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ച് കാസർഗോഡ് ഒരു കോളേജിൽ ഗസ്റ്റ് ഫാക്കൽറ്റിയായി, കേസായിട്ട് പോലും ഇപ്പോഴേ അദ്ദേഹത്തെ സംസ്കൃത സർവകലാശാലയിൽ PhD വിദ്യാർത്ഥിയായിട്ട് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ MG സർവകലാശാലയിൽ പെൺകുട്ടികളെ കൈയേറ്റം ചെയ്ത് വളരെ ഒരു പെൺകുട്ടികളുടെ ചരിത്രത്തെ വരെ ഇയാൾ ചോദ്യം ചെയ്ത സംഭവം ഉണ്ടായി. അപ്പൊ ആ രീതിയിൽ വിദ്യാർത്ഥികളുടെ SFIക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഇത്രയും സിൻസിയറായിട്ടുള്ള മറ്റ് നേതാക്കന്മാരെല്ലാവരും ഡിഗ്രിയും PhDയൊക്കെ എടുത്തിട്ട് പോലും ഒരു ഡിഗ്രി പോലും എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സേവനം കണക്കിലെടുത്തുകൊണ്ട് സാധാരണ ഓണററി PhD ആണ് കൊടുക്കുന്നത്, അദ്ദേഹത്തിന് ഒരു ഓണററി MA ഡിഗ്രിയെങ്കിലും തീർച്ചയായിട്ടും MG സർവകലാശാല കൊടുക്കണം. അതിന് പാർട്ടി ശുപാർശയാണ് വേണ്ടത്. കാരണം അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ നോക്കണം. കാരണം ഇനിയിപ്പോൾ വയസ്സ് 32 ഇനിയും അദ്ദേഹം ഈ ഇന്റേണൽ മാർക്കിന് വേണ്ടി മഹാരാജ് കോളേജിൽ വന്നിരിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല. അത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് തന്നെ ഒരു അപമാനമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഓണററി MA ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന നാളുകളിൽ നമ്മുടെ മന്ത്രി ബിന്ദുവിനെയും ശിവൻകുട്ടിയെയും പോലെ കേരളത്തിലേക്ക് ഒരു വിദ്യാഭ്യാസ മന്ത്രി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്.